കീമിന്റെ പരീക്ഷാഫലം വളരെ വൈകിയാണ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നും ആ ലിസ്റ്റ് റദ്ദാക്കുന്നു. അതുമൂലം ബുദ്ധിമുട്ടുന്ന കുറേയേറെ വിദ്യാർത്ഥികളുണ്ട്. അതിലൊരാളാണ് വർക്കല സ്വദേശിയായിട്ടുള്ള അജ്ലാനെ ഇപ്പം സർക്കാർ പഴയ രീതിയിൽ തന്നെ ലിസ്റ്റ് പ്രഖ്യാപിക്കുക എന്നുള്ള തീരുമാനത്തിലേക്കാണ് പോകുന്നത്. എന്താ നിങ്ങളുടെ ഒരു പ്രശ്നം? ഒരു 2 വർഷം ഇതിനായിട്ട് ഇരുന്ന് പഠിച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റ് നല്ല താമസിച്ച്. അപ്പോൾ എൻ്റെ കൂട്ടുകാരന്മാർ കുറേ പേര് ഇതിനായിട്ട് നിന്ന റിസൾട്ട് വരാൻ. അപ്പോൾ റിസൾട്ട് വരുന്നവരെ അവർ വെയിറ്റ് ആക്കിക്കൊണ്ട് കുറേ ഡിഗ്രി കോഴ്സിൻ്റെ അഡ്മിഷൻ ക്ലോസ് ആയി. ഇത് റാങ്ക് ലിസ്റ്റ് വന്ന് റാങ്ക് ലിസ്റ്റ് കിട്ടി അവർ അടുത്ത കോളേജിൽ പോകുമ്പോഴാണ് റാങ്ക് ലിസ്റ്റ് റദ്ദാക്കുന്നതും അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇവിടെ ഡിഗ്രിക്ക് അഡ്മിഷൻ ഇല്ല, ഇവിടെ ഇപ്പോൾ കിട്ടാനും ഇല്ല. അങ്ങനെ പലരും ഇപ്പോൾ അബ്രോഡ് പോയവരുണ്ട്, ചിലവർ എൻ്റെ ഒപ്പം തന്നെ റിപ്പീറ്റിന് ചേർന്നവരുണ്ട്. അപ്പം ഇങ്ങനെ പോകണമെങ്കിൽ സ്റ്റുഡൻസായ ഞങ്ങൾ ഒരു വർഷം ഇങ്ങനെ പോവല്ലേ. നേരത്തെ എങ്ങനെയായിരുന്നു കീമിന്റെ ഒരു പട്ടിക തയ്യാറാക്കുക? അതിന് സമാനമായ രീതിയിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ സുപ്രീം കോടതി പോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പം സർക്കാരിന്റെ തീരുമാനം. ഇതിപ്പോൾ ലാസ്റ്റ് ഒരു ഗെയിം കളിക്കുമ്പോൾ ലാസ്റ്റ് നിയമം മാറ്റാൻ പറഞ്ഞാൽ എങ്ങനെ? ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഞങ്ങൾ എന്താ ആദ്യം പറയുന്നെങ്കിൽ ഒക്കെ അതിന് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ ഇൻ്റഗ്രേറ്റഡ് പഠിക്കുന്നവരാണ്. ഞങ്ങൾ മാത്സ് ഇങ്ങനെ ബാക്കിൽ നോക്കാത്തവരാ. അപ്പോൾ മാത്സ് ഇങ്ങനെ ഇപ്പം അതിൻ്റെ എടുത്തെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് നല്ല പ്രശ്നമുള്ള കാര്യമാണ്. ഈ പഴയ രീതിയിലേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ട് തന്നെയാണ്. അല്ല ഇപ്പോൾ എളുപ്പമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞങ്ങളാ ഒരു കുട്ടികൾക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഗവൺമെൻറ് അത് നല്ല തീരുമാനം എടുക്കും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതുതന്നെയാണ് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് ഈ കുട്ടികൾ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ ഷാനവാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.